നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഇൻകം ടാക്സിൻ്റെ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുമല്ല ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 1 കോടിയിൽ കൂടുതൽ രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലോ, 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഫോറിൻ ട്രാവൽ നടത്തുകയാണെങ്കിലോ, 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി എമൗണ്ട് അടയ്ക്കുകയോ ചെയ്താലൊക്കെ നോർമലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയ 26AS AIS എന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇൻകം ടാക്സ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ എന്തെങ്കിലും ഇൻകം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മടിക്കരുത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഫയൽ ചെയ്തേ പറ്റൂ. ഈവൻ നിങ്ങൾക്ക് ചില എമൗണ്ട് TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതായത് ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ടാക്സ് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം നിങ്ങളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം വീഡിയോ ഒന്ന് ഫോളോ കൂടി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 31 നിങ്ങൾ ഓഡിറ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റ് ഫയൽ ചെയ്യേണ്ടത് സെപ്റ്റംബർ 30 ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒക്ടോബർ 31 നിങ്ങൾക്ക് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നവംബർ 30 വരെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങൾ ഇൻകം ടാക്സ് ആയിട്ട് 26AS AIS എന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ ഡെപ്ത് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കൂടി കാണുക.